കാട്ടാനക്കൂട്ടം കുത്തിമറിക്കുകയാണ് തിരുവമ്പാടിയിലെ മലയോര കർഷകരുടെ ജീവിതം. നട്ടും നനച്ചും വർഷങ്ങളെടുത്ത് വളർത്തിയ വിളകളെല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് ചവിട്ടിമെതിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനയെ ഭയന്നാണ് ഇവിടുത്തുകാരുടെ ഓരോ രാവും പുലരുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനക്കൂട്ടവും വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. നോക്കാം കാടിറങ്ങുന്ന ഭീതി. ആറംഗ സംഘമടങ്ങിയ കാട്ടാനക്കൂട്ടമാണ് തിരുവമ്പാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. തിരുവമ്പാടി പഞ്ചായത്തിലെ മലയോര മേഖലയായ ആനക്കാംപൊയിൽ, ചെറുശ്ശേരി, ഓടപ്പൊയിൽ എന്നിവിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വൻതോതിൽ കാർഷിക വിളകളും പറമ്പിലെ കയ്യാലകളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഹോസുകളും നശിപ്പിച്ചാണ് തിരികെ കാട് കയറിയത്. പ്രദേശത്തെ കർഷകരുടെ തെങ്ങ്, കമുങ്ങ്, വാഴ, ജാതി, കൊക്കോ തുടങ്ങിയ വിളകളെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. രാത്രിയിൽ സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ വളരെ പേടിയാണ്. കാരണം തൊട്ട് താഴെയാണ് വീട്. ഈ കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ താമസിക്കുന്നല്ലേ. ചക്ക ഉണ്ടായത്, പ്ലാവ് എല്ലാം കണ്ണി കാണുന്നൊക്കെ ചവിട്ടി നശിപ്പിച്ച് അവർ പോരുന്നുണ്ടെല്ലാം നിരപ്പാക്കി പോരുമല്ലേ. ഇവരുടെ മാതിരി ഒന്ന് പടക്കം പൊട്ടിച്ച് 1-2 പടക്കം പൊട്ടിച്ച് അവരവരുടെ വഴിക്ക് പോകുന്നു. ഇച്ചിരി കയറ്റി വിട്ടിച്ച് കുറച്ച് മുള്ളോട്ടക്കാൻ കയറ്റി വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവരും അവരുടെ പാട്ടിന്, അവരും മനുഷ്യരല്ലേ, അവരും ജീവിക്കുന്നുണ്ട്, അവരും അങ്ങ് പോകും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നു. വനം വകുപ്പ് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നായർകൊല്ലി സെക്ഷന്റെ അധീനതയിൽപ്പെട്ട പ്രദേശമാണിത്. ആനക്കാംപൊയിലിൽ പുതുതായി അനുവദിച്ച ഫോറസ്റ്റ് സ്റ്റേഷനും സർവ്വസന്നാഹങ്ങളും ഉണ്ടായിട്ടും വന്യമൃഗശല്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായ ഒരു ശാശ്വത പരിഹാരം നമ്മൾ ഈ മലയോര മേഖലയിൽ കാണണം. ഒരു ഭാഗത്ത് പന്നിയാണെങ്കിൽ ഒരു ഭാഗത്ത് ആന. ഇപ്പം ഇവിടെ കണ്ടില്ലേ, 3-4 ദിവസമായിട്ട് ആന തമ്പടിക്കുകയാണ് ഈ ആനിക്കാംപൊയിൽ, ഈ പറയുന്ന ചെറുശ്ശേരി ഭാഗങ്ങളിൽ. ഒരു പരിഹാരവും കാണുന്നില്ല. വ്യാപകമായ കൃഷി, എത്ര തെങ്ങുകൾ ഇവിടെ നശിപ്പിച്ച, വാഴകൾ, കവുങ്ങ്, കായ്ച്ച ജാതികൾ, കൊക്കോ എല്ലാം നശിപ്പിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം നമ്മൾ ഇതിന്റെ പുറകെയാണ്. കാട്ടിൽ തമ്പടിച്ചു നിൽക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനപാലകർ എത്തി പടക്കം പൊട്ടിച്ച് തുരത്താറുണ്ടെങ്കിലും ആനകൾ വീണ്ടും എത്തുമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. രൂക്ഷമായ വരൾച്ച കാരണം ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുകയാണ്. പ്രദേശത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണം ഊർജിതമാക്കണമെന്നും സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ദിലിഷ തിലകൻ, 24, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.